ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഉജ്ജയിനടുത്തുള്ള ഒരു സ്ഥലത്താണുള്ളത്. ഞങ്ങൾ താമസിച്ച് ഇന്നലെ ഇൻഡോറിനടുത്തുള്ള സാൽവാറിലായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ നേരത്തെ അടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ചായ കുടിച്ചു. അടുത്ത പരിപാടികൾ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, രാവിലത്തേക്കുള്ള കടികൾ ഉണ്ടാക്കണം. അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കാഴ്ചകളായിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ ഫുഡ് ഇന്ന് ബ്രെഡ് ഓംലേറ്റ്, 2 മുട്ടയും ഒരു 3 ബ്രെഡ്, നെയ്യോ മൂന്നാക്കുള്ള മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എടുത്ത് മേശപ്പുറത്തേക്ക് മറന്നുപോയതാ. ഇല്ല ഇല്ല. അപ്പൊ ഇതെന്തിനാ യൂസുക്ക ഇത് സംഭവം? നെയ്ച്ചോറുണ്ടോ? അടിപൊളി. അപ്പോൾ നെയ്ച്ചോറിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിലത്ത് ഇവിടെ സ്പൂണ് യൂസുക്ക കഴുകുന്നുണ്ട്. നാരങ്ങച്ചാറ് ഒന്നും പൊട്ടിച്ചില്ലല്ലോ നമ്മള്. നമ്മളെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച പകുതിയായോ? ഏകദേശം ഇല്ലല്ല, മുളക് പൊടിയൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. അത് നല്ല എരിവുള്ളതുകൊണ്ട് ആർക്കും വേണ്ട തോന്നുന്നു. നെല്ലിക്ക ഉപ്പിലിട്ടത്, അതേപോലെ കൊണ്ടാട്ട മുളകൊക്കെ കഴിഞ്ഞു കിട്ടും നമ്മളത്. 2 പാക്കറ്റ് ഇവിടെ ഇത് എന്ത് സൗകര്യ നോക്കാവനെ. ഇത്ര സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ടോ എല്ലാ സാധനവും മുന്നിൽ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, തോടി അടക്കണ്ട, ഇവിടെ തന്നെ എടുക്കുക, ഇവിടെ തന്നെ കട്ട് ചെയ്യുക, വെക്കുക. ആവശ്യമുള്ള സാധനം യൂസൊക്കെ ചോദിക്കുന്നത് കേട്ടോ. നമ്മളെ ഉള്ളി അരിയുള്ള എന്ത് സാധനം അപ്പൊ സ്പോട്ടില് യൂസൊക്കെ എടുത്തു കൊടുക്കും. എന്ത് സാധനം വേണ്ടത് യൂസൊക്കെ പറയും, ഞാൻ എടുത്തു കൊടുക്കും. വെള്ളം നമ്മള് എല്ലാ പൊടികളും ഇതില് വെള്ളം എല്ലാം ഈ പാത്രത്തിൽ ഞങ്ങൾ ഫില്ല് ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് ഇത്ര ദിവസമുള്ള വെള്ളം എത്ര ദിവസം ഫുള്ളായി കിട്ടുന്ന അറിയില്ല. സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള്. പിന്നെ ഭർത്തത് അടിയിലുമാണ് സാധനം വെക്കട്ടോ. എന്താ ശരിയാ അടുക്കളയുടെ മുകളിലേക്ക് വാങ്ങി വെച്ചിട്ട് ഞങ്ങൾ അടച്ചതിന് ശേഷമാണ് ആ സാധനങ്ങളൊക്കെ ഇത് ഈ സാധനങ്ങളെല്ലാം കയറ്റിയതിനു ശേഷം ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെക്കും. ഇവിടെ ബ്ലോക്ക് വെക്കും. എന്നിട്ട് ആ ബ്ലോക്ക് ഗ്യാപ്പിലേക്ക് നമ്മൾ ആ സീറ്റിലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഫില്ല് ചെയ്യും. അപ്പൊ നമ്മൾ സീറ്റിലൊന്നും ഒരു സാധനം ഉണ്ടാവില്ല. അടുക്കളന്റെ മുകളിൽ ടേബിൾ ഉണ്ടോ? ഇത് നമ്മൾ ടേബിൾ നോക്കുന്നത് വെറൈറ്റി ടേബിൾ. നമ്മള് ഒരു മടക്കാൻ പറ്റുന്ന പോർട്ടബിൾ ഒരു ഇരിക്കുന്ന ചെയർ വാങ്ങിയതാണ്. ആ ടേബിളിന്റെ മുകളിൽ നമ്മൾ ആ ഫ്രെയിം മുളക് വേണ്ടേ? മുളക് വേണോ? അതേപോലെ ഈ കാർബോർഡ് എവിടെ വെക്കുക വെച്ചാല് ഈ ഡോറൊക്കെ അടച്ചതിന് ശേഷം ലൈറ്റ് വെച്ചതിന് ശേഷമാണ് ആ ഇവിടെയാണ് കാർബോർഡ് വെക്കുക. ലൈറ്റിൽ കാണുക എന്തായാലും വെള്ളം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് തോട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രകൃതി ഇങ്ങനെയാണ്. ഫുൾ പരന്ന് കിടക്കുന്ന മണ്ണ്, വേറെ കൃഷി കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു വെള്ളത്തിന്റെ ടാങ്ക് ഉണ്ട്, അതിലെടുത്തൊരു പുരയിടം പോലുള്ള സംഭവം. എല്ലാം മണ്ണുകളെ കളച്ച് കൃഷിക്ക് അനുയോജ്യമാക്കി ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഋഷി പച്ചക്കറി മേടിക്കാൻ വന്നാട്ടോ. ഋഷിയല്ല, നമ്മളെല്ലാരും ഉണ്ട്. എന്തൊക്കെ ഋഷി വാങ്ങിയ പച്ചക്കറി സാധനങ്ങള്? അടിപൊളി സാധനം നോക്കി, എന്താ ക്ലാരിറ്റി നോക്ക്. ഉള്ളിയൊക്കെ പിറന്ന വെടിക്കുന്നത് കിഴഞ്ഞ് ആണല്ലേ. പച്ചമുളകൊക്കെ നോക്കി എന്നാ സൂപ്പറാ. പയറുകള് എല്ലാം ഫ്രഷ്. വെണ്ടക്ക സാമ്പാർ രസം വാങ്ങി, പിന്നെ കുറച്ച് ഉള്ളി, കക്കരി വണ്ടി പോകുമ്പോ കക്കരി വാങ്ങി. ഇപ്പൊ സാമ്പാറിന്റെ രസം നമ്മൾ ആദ്യമായിട്ട് കിട്ടിയതാണ്. അതെ, പയറുകള് ഇത് എരി കൂടുതലുള്ള പയറാന്ന് കേട്ടോ. കയ്പ ഒക്കെ സൂപ്പർ. ഇതെന്തായിട്ടാ? മറ്റേ കക്കരിയാടാ. ഇതാ ചെറിയതിന് വഴുതന വേറെ ടൈപ്പ്. ബജ്ജി മുളക്. ഇത് നമ്മളെ ഇതല്ലേ ചെറങ്ങ കക്കരി. കളിയൊക്കെ നല്ല സൂപ്പറാട്ടോ. മല്ലിച്ചപ്പ്, നമ്മളെ ബായിട്ടോ. ബായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ.
സ്ഥലത്തിന്റെ പേരും കൂടെ പറയാൻ പറയും. ഡാഗ് ബംഗ്ല എന്നാണ് സ്ഥലത്താണ് ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പൊ ഞങ്ങള് യാത്രയോടെയാണ്. ഫ്രൂട്ട്സ് വാങ്ങിക്കോളി. ഒരിടത്ത് ഫ്രൂട്ട്സ് വാങ്ങിക്കോ. बाय राइट 30 रुपए किलो 50 का 2 किलो 30 पीस आदि 30 किलो 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 40 का आधा किलो 40 रुपये 40 रुपये 40 रुपीस आधा हाँ? आधा नहीं है ये कितना है 1 किलो ये कितना रेट है ये है 40 का आधा किलो आधा किलो 40 का 500 ग्राम 40 का 500 ग्राम है हाँ 500 ग्राम 40 का അത് 50 രൂപ കിലോക്ക് അര കിലോന് 50 രൂപ 40 രൂപ 40 रुपीस है हाफ किलो 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 कितना है 80 80 80 कितना वाला 100 8 जीरो 100 0 100 രൂപ 100 രൂപ അപ്പൊ എന്ത് ചെയ്യണ്ട അത് പിന്നെ എടുക്കാം അപ്പോഴുണ്ട് സുഹൃത്തുക്കളെ. സമയം എത്ര ഏകദേശം യൂസുക? 1:15 സമയമായി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ കേട്ടോ. അപ്പൊ നമ്മൾ ഉച്ചക്ക് രാവിലെ ഉണ്ടാക്കിയെടുത്ത ഭക്ഷണം എന്താ യൂസുക? ഭക്ഷണം നെയ്ച്ചോറ്, അച്ചാറ്, ചള്ളാസ്, ചമ്മന്തി ഇതൊന്നും ഇല്ല കേട്ടോ. നെയ്ച്ചോറും അച്ചാറും ഉണ്ട്. അത് രണ്ടും മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പൊ ഉള്ളി ചള്ളാസൊക്കെ ഉണ്ടാക്കുന്നത് വേണേ നിർബന്ധം ഉണ്ടാക്കാം. നമ്മള് സാധനം ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെ പോട്ടല്ലേ. എന്നാ പിന്നെ ജലാശം സുർക്കി ഉള്ളി ഉണ്ടാക്കാം. അപ്പോഴേ നമ്മൾ എവിടെ എത്തിയെന്നറിയപ്പോ അത് ഞങ്ങൾ ദൂരെ കാണുന്നുണ്ടോ? നിങ്ങൾ സൂം ചെയ്ത് വായിക്കുക ആൾക്കാർ. എന്റെ സ്ഥലത്തിന്റെ പേര് ചാവിൽ 10 കിലോമീറ്റർ, പട്ടാൻ 35 കിലോമീറ്റർ, കൊട്ട 134. കൊട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ലൊക്കേഷൻ അടിച്ചിരിക്കുന്നത് കൊട്ടയാണ്. അപ്പൊ ഏകദേശം എത്ര മണിക്ക് എത്തും കോട്ടയില്? ഇവിടുന്ന് 134 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ പിടിക്കും കൊട്ടയിലെത്താൻ. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര വിടുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓടിച്ചോളാം വണ്ടിയിൽ പ്രവേശിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ കൃഷിയിടങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടോ മണ്ണൊക്കെ കളച്ച് സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. അടുത്ത് വിളവ് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ കൂടുതൽ ട്രാക്ടറുകളാണ്, ഫുള്ള് ട്രാക്ടറുകൾ. അതോ എന്താ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാരും ട്രാക്ടർ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടെങ്കിലും പാട്ടിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അത് വയലിൽ കൂട്ടുകയാണെങ്കിൽ പോലും ഒരേ പാട്ടൊക്കെ ഇങ്ങനെ പൊളിക്കുമല്ലോ. കോട്ട ലക്ഷ്യമാക്കിയ യാത്രയിലാണോ പോകുന്ന അടുത്ത ഡെസ്റ്റിനേഷനിൽ കയറാൻ കോട്ട ചുറ്റി കണ്ടതാണ്. ടൈമായി പോയി കോട്ടയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാന ഭാഗമാണ് സ്റ്റേഷനിലേക്ക് വന്നാൽ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാഴ്ചകൾ. ഓണാകുന്നതിനെ കൊണ്ടേ അല്ലാതെ പിടിക്കാൻ പറ്റൂല. ബിൽഡിങ്ങുകളൊക്കെ ആണ് ഓരോ സംസ്ഥാനം മാറുമ്പോഴും ബിൽഡിങ്ങുകൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ മാറുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിരുന്നു. കോട്ടയ്ക്ക് വന്നപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അതേപോലെ വലിയ വീടുകളൊക്കെ ആവുന്നുണ്ട്.